ഹായ് ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ ഓട്സ് കൊണ്ട് എങ്ങനെ KFC ഉണ്ടാക്കാം എന്നാണ്. ഹോം മെയ്ഡായിട്ടും എങ്ങനെ ആയാലും കുഴപ്പമില്ല. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആദ്യം തന്നെ ഇട്ടിട്ടാ. പിന്നെ തൈരാണ് വേണ്ടത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ സോയ സോസ്, പിന്നെ വേണ്ടത് കുരുമുളക് പൊടിയാണ്. പിന്നെ കുറച്ച് മുളക് പൊടി, അത് ആവശ്യത്തിനനുസരിച്ച് മുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ പാർട്സ് വെച്ചാൽ ഞങ്ങൾ വലിയ പീസൊന്നും ആക്കിയിട്ടില്ല. ഏറ്റവും നല്ലത് ചെറിയ പീസാക്കണതാണ്. എന്താണെന്ന് വെച്ചാൽ അതിൽ നല്ല മസാല പിടിക്കും, വേഗം മസാല പിടിക്കും. വലിയ പീസാവുമ്പോൾ കുറച്ച് കൂടുതൽ മണിക്കൂർ വെക്കേണ്ടി വരും. ഇതാവുമ്പോൾ 2 മണിക്കൂർ വെച്ചാൽ അത്യാവശ്യം നല്ലോണം മസാല പിടിക്കുകയും ചെയ്യും. ഇപ്പോൾ 2 മണിക്കൂർ വെച്ചാൽ വേഗം നമുക്ക് KFC ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കിയിരിക്കണ്ടല്ലോ. അപ്പോൾ വേഗം പണികളൊക്കെ കഴിക്കാം. പെട്ടെന്ന് ചെയ്യും, കഴിക്കാനും നല്ലതാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യമായ കുറച്ച് സാധനങ്ങൾ വേണം. ഡിപ്പ് ചെയ്യാനുള്ളത് ഓട്സ്, കോൺഫ്ലവർ, മുളക് പൊടി, കുരുമുളക് പൊടി, ലേശം ഉപ്പ്. പിന്നെ വേണ്ടത് 2 മുട്ട. ഇതിലേക്ക് ആവശ്യമായതാണ്. നിങ്ങൾ എത്ര എടുക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് മുട്ട എടുക്കാം. അങ്ങനെ 2 മുട്ട അവിടെ അടച്ച് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ വെച്ചിരുന്ന ആ ഓട്സില്ലേ, ആ ഓട്സ് ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു കോട്ടിങ്ങിന് നല്ലതായിരിക്കും. എല്ലാവരും മൈദ, കോൺഫ്ലവർ അങ്ങനെയൊക്കെയാണ് എടുക്കൽ. ഇതാവുമ്പോൾ നല്ല ക്രിസ്പ് കിട്ടുകയും ചെയ്യും, നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. അപ്പോൾ അങ്ങനെ എല്ലാതും മിക്സ് ചെയ്യാനുള്ളതൊക്കെ ശരിയാക്കി വെച്ചു. അതിനുശേഷം ഓയിലൊഴിച്ച് ചട്ടി ചൂടാക്കാൻ വെച്ചു. അതിനുശേഷം ഓരോന്നായിട്ട് ഓട്സിൽ ഡിപ്പ് ചെയ്ത്, കോഴിമുട്ടയിൽ ഡിപ്പ് ചെയ്ത്, പിന്നെ ഒന്നുകൂടി ഓട്സിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ചൂടായി വരിക്കുന്ന ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം വേവിച്ചെടുക്കുക. കടകളിലൊക്കെ നല്ലോണം ഓയിലൊക്കെ ഒഴിച്ച് വേറെ ഇങ്ങനെ നല്ലോണം മുക്കി പൊരിച്ചെടുക്കുക. ഇതാവുമ്പോൾ നമുക്ക് കുറച്ച് നേരം ചെറിയ തീയിലിട്ടിട്ട് നല്ല മുരിച്ചെടുത്താൽ നല്ല ടേസ്റ്റിയുള്ള KFC ശരിയാവും കേട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, കണ്ട് ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. പിന്നെ എല്ലാവരും ഷെയർ ചെയ്യുക. ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ഫീഡ്ബാക്കിൽ അറിയിക്കുക. കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. അപ്പോൾ നല്ല ചെറിയ തീയിലിട്ടിട്ട് നല്ല മുരിഞ്ഞ് വന്നേക്കണം കേട്ടോ. ഇനി അത് ഫുള്ളായിട്ട് കോരിയെടുക്കുക. ഇപ്പോൾ ഈ കടകളിലൊക്കെ പോയിട്ട് കഴിക്കണായിട്ട് നല്ലത് വീട്ടിൽ തന്നെ കുട്ടികൾക്ക്, ഇപ്പോൾ വെക്കേഷനല്ലേ, വീട്ടിലുണ്ടാക്കി കൊടുക്കുക. അപ്പോൾ അവർക്ക് വയറിന് കേടുണ്ടോ ചോദിച്ചാൽ എപ്പോഴും തിന്നണതല്ലല്ലോ, വല്ലപ്പോഴൊക്കെ ഒരിക്കൽ കഴിക്കണതല്ലേ. അപ്പോൾ കുട്ടികൾക്കും ഇഷ്ടമാവും. KFC എന്ന് പറയുമ്പോൾ കുട്ടികൾക്കും ഇഷ്ടമാവും. അങ്ങനെ ഓരോന്നായിട്ട് മൊരിഞ്ഞ് വന്നപ്പോൾ ഇങ്ങനെ കോരിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാവുമ്പോൾ നമുക്ക് കടയിൽ ചെന്നിട്ട് കഴിക്കാൻ നിൽക്കണ്ട, വീട്ടിൽ കുറച്ച് മേടിച്ച് അത് നല്ലോണം ഫ്രൈ ചെയ്തെടുത്താൽ KFC ശരിയായി. അപ്പോൾ കുട്ടികളുടെ ആവശ്യപ്രകാരം ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അവരുടെ സന്തോഷമാണ് അത് പ്രകടിപ്പിക്കുന്നത്.
അങ്ങനെ കുറച്ച് മയനീസൊക്കെ ഉണ്ടാക്കി. വീട്ടിൽ ഹോം മെയ്ഡ് മയനീസ് ടൊമാറ്റോ സോസ് കടയിൽ നിന്ന് മേടിച്ചതാണ്. അതും ഡിപ്പ് ചെയ്ത് കഴിക്കൽ തുടങ്ങി. അവർക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കട്ടോ. എല്ലാവർക്കും ഇഷ്ടമായി, എനിക്കും ഇഷ്ടമായി. ഞാൻ ഉണ്ടാക്കിയതൊന്നും പറയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയിട്ട് വിവരം അറിയിക്കുക. കുട്ടികൾക്കൊക്കെ ഇഷ്ടമായി. ഇനി നിങ്ങൾ അപ്പോൾ ചിൽഡ്രൻ ബൈ, സീ യു.